बच्चों नमस्कार। आज हम चर्चा करेंगे एक सुंदर कविता। इस कविता का नाम है अकाल और उसके बाद। ये कविता नागार्जुन नामक कवि ने लिखा है। उनका जन्म बिहार में हुआ। उन्होंने हिंदी साहित्य के प्रगतिशील साहित्यकार है। नागार्जुन के बारे में पाठ्यपुस्तकों में बहुत कुछ दिया है। हिंदी के अलावा मैथिली, संस्कृत और बंगला में भी രചനയും की है. ഇപ്പോൾ സംസ്കൃതത്തിലും ഹിന്ദിയിലെ മറ്റൊരു ബോലിയായ മൈഥിലിയിലും അതുപോലെ തന്നെ ബംഗാളിയിലും ഒക്കെ അദ്ദേഹം സാഹിത്യ രചനകൾ നടത്തിയിട്ടുണ്ട്. लोक जीवन, प्रकृति और समकालीन राजनीति आपकी रचनाओं के मुख्य विषय रहे. അപ്പോൾ സാധാരണക്കാരുടെ ജീവിതം, അതുപോലെ തന്നെ സംസ്കാരം, അതുപോലെ തന്നെ സമകാലീന രാഷ്ട്രീയ സ്ഥിതികൾ ഒക്കെ അദ്ദേഹത്തിന്റെ രചനയിൽ വിഷയമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രമുഖ കൃതികളുടെ പേരുകളാണ് യുഗധാര, അതുപോലെ प्यासी चपराई आंखें, सतरंगी पंखों वाली, तालाब की मछलियां आदि उनकी प्रमुख काव्य कृतियां है. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന കവിതയുടെ പേര് അകാൽ ഓർ ഉസ്കെ ബാദ് എന്നാണ്. അകാൽ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ക്ഷാമകാലം എന്നുള്ളതാണ്. ക്ഷാമകാലം अकाल में खाद्य वस्तुएं, पानी आदि की कमी से जीव जंतु പീഡിതരാകട്ടെ. അതായത് ക്ഷാമകാലത്തില് ഭക്ഷ്യ വസ്തുക്കളുടെയും വെള്ളത്തിന്റെയും ഒക്കെ ദൗർലഭ്യം മൂലം ജീവികളെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുകൾ, ജീവൻ നിലനിർത്താൻ തന്നെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അകാൽ ഓർ ഉസ്കെ ബാദ്, അതിനുശേഷമുള്ള സമയം. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ക്ഷാമകാലത്തില് പ്രകൃതിയിലെ ജീവികളുടെ അവസ്ഥ, അതിൽ വീടിന്റെ അവസ്ഥ, അതുപോലെ തന്നെ ഈ ക്ഷാമം മാറിക്കഴിയുമ്പോൾ ഉള്ള പ്രകൃതിയുടെ അവസ്ഥ, മാറ്റം, വീടിനുണ്ടാകുന്ന മാറ്റം, ഈ രണ്ട് സാഹചര്യങ്ങളാണ് നാഗാർജുൻ ഈ അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന കവിതയിൽ പരാമർശിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ കവിതയിലേക്ക് വരാം. കവിത ആദ്യം ഞാൻ ഒരു തവണ വായിക്കുകയാണ്. कई दिनों तक चूल्हा रोया चक्की रही उदास, कई दिनों तक कानी कुतिया सोई उनके पास, कई दिनों तक लगी फीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. एक बार फिर से. कई दिनों तक चूल्हा रोया चक्की रही उदास, कई दिनों तक काली कुतिया सोई उनके पास, कई दिनों तक लगी फीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. इनी अकाल के बाद स्थिति നമുക്ക് നോക്കാം. दाने आए घर के अंदर कई दिनों के बाद, धुआं उठा आंगन से ऊपर कई दिनों के बाद, चमक उड़ी कर फर की आंखें कई दिनों के बाद, कौवे ने खुजलाई पांखें कई दिनों के बाद. അപ്പൊ നല്ല പ്രാസോപ്പിച്ച് ഒരേ ശബ്ദങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ച് ആ കവിതയുടെ മനോഹാരിത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ ചെറിയ ലൈൻസുകളിലൂടെ, വളരെ കുറച്ച് ലൈൻസിലൂടെ ആ പ്രകൃതിയിലുണ്ടാകുന്ന വലിയ മാറ്റത്തെ, ക്ഷാമകാലത്തിലുണ്ടാകുന്ന അവസ്ഥയും അതിനുശേഷം ഉണ്ടാകുന്ന അവസ്ഥയും കവി വളരെ മനോഹരമായി ചുരുങ്ങിയ വാക്കുകളിലൂടെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വ്യാഖ്യയിലേക്ക് ഓരോ ലൈൻസിന്റെ അർത്ഥം നമുക്ക് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ലൈൻസ്, കൈ ദിനോ തക് ചൂൽഹാ റോയ ചക്കി രഹി ഉദാസ്, കൈ ദിനോ തക് ചൂൽഹാ റോയ ചക്കി രഹി ഉദാസ്. അപ്പോ കുറെ ദിവസമായിട്ട് ചൂൽഹ റോയ, ചൂൽഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പാണ്,
ഇപ്പം ക്ഷാമം ഉള്ളതുകൊണ്ട് അടുപ്പ് കരയുകയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അടുപ്പിലൊന്നും ഉപയോഗിക്കുന്നില്ല, അല്ലെ ഭക്ഷണമൊന്നും പാകം ചെയ്യുന്നില്ല. അതാണ് കൈ ദിനോത്ത ചൂൽഹാരോയ, കുറേ ദിവസങ്ങളായിട്ട് അടുപ്പ് കരയുകയാണ്. ചക്കി രഹി ഉദാസ്, ചക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടുകല്ല് ആണ്, ഇങ്ങനെ അരി അരയ്ക്കുന്നത്. അത് ഉദാസീനമായി, അതും ഉപയോഗിക്കുന്നില്ല, അതും ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അടുപ്പും ഈ അരയ്ക്കുന്ന ആട്ടുകല്ലും അതും ഉദാസീനമായിരിക്കുന്നു. അതായത് ക്ഷാമകാലത്തിന്റെ പ്രതിഫലനമാണ്, അകാലിലെ അവസ്ഥയാണത്. ഇനി കൈ ദിനോത്ത കാനി കുത്തിയ സോയി ഉൻകെ പാസ്. അപ്പൊ കൈ ദിനോത്ത കാനി കുത്തിയ, അപ്പൊ ഒരു ഒറ്റക്കണ്ണനുള്ള ഒരു പട്ടി, അവിടെ പട്ടിയുടെ പടം കൊടുത്തിട്ടുണ്ട്, മെലിഞ്ഞുണങ്ങിയിരിക്കുന്നത്. അത് സോയി ഉൻകെ പാസ്, അത് ഈ ചൂൽഹയുടെയും അത് അടുപ്പിന്റെയും ഈ ആട്ടുകല്ലിന്റെയും അടുത്ത് കിടന്നുറങ്ങുകയാണ്. അപ്പൊ ഈ പട്ടിയും പൂച്ചയും ഒക്കെ എപ്പോഴും നമ്മൾ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുന്നിടത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഒന്നും പ്രവർത്തിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കാത്തതുകൊണ്ട് അവ മെലിഞ്ഞുണങ്ങി ഭക്ഷണം കിട്ടാതെ തളർന്ന് ഇതിന്റെ അടുത്ത് ഇങ്ങനെ കിടക്കുകയാണ് ക്ഷാമകാലത്തിൽ. ഇനി കൈ ദിനോ തക് ലഗി ഫീത്ത് പർ ചിപ്കലിയോ കി ഗസ്ത്. അപ്പോ ചിപ്കലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലികൾ, നമ്മുടെ വീടുകളിലൊക്കെ പല്ലികളുണ്ട്. അത് ഈ സാധനങ്ങളൊക്കെ മിച്ചം വരുന്നതും അതുപോലെ തന്നെ പ്രാണികളെയൊക്കെ പിടിച്ചു തിന്നും. ഈ പ്രാണികളും ഈച്ചകളും മറ്റു പ്രാണികളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ നമ്മുടെ വീട്ടിലെ ഭക്ഷണ സാധനങ്ങളൊക്കെ മിച്ചവും അവശിഷ്ടങ്ങളും ഒക്കെ വെക്കുമ്പോഴാണ് അത് മരിക്കാനായിട്ടാണ് മറ്റു പ്രാണികളും കീടങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ ഭക്ഷണ സാധനങ്ങളും ഇല്ലെങ്കിൽ ഈ കീടങ്ങളും പ്രാണികളും ഒന്നും വരികയില്ല, അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതില്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഈ പല്ലികൾക്കും ഭക്ഷണമില്ല, അവയും അവിടെ ഇങ്ങനെ കറങ്ങി ഉദാസീനമായി ഉലാത്തുകയാണ്, അല്ലെങ്കിൽ അതിലെ ഓടി നടക്കുകയാണ് ഭക്ഷണമില്ലാതെ. അതാണ് ഗസ്ത്. കൈ ദിനോ തക് ചൂഹോं की भी हालत रही शिकस्त. കൈ ദിനോ തക് ചൂഹോं की भी हालत रही शिकस्त. അപ്പോ കുറെ ദിവസങ്ങളായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. ചൂഹോं को भी, എലികളുടെയും അതുപോലെ തന്നെ മറ്റ് ജീവികളുടെയും ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. അവർക്കൊന്നും ഭക്ഷണമില്ലാതെ അവസ്ഥ. അതാണ് അകാലിലുള്ള അവസ്ഥ. ഇനി നമുക്ക് അകാൽ ഉസ്കെ ബാദ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ദാനെ ആയേ ഘർ കെ അന്തർ കൈ ദിനോ കെ ബാദ്. ദാനെ ആയേ ഘർ കെ അന്തർ കൈ ദിനോ കെ ബാദ്. ധാന്യം, അരി അല്ലെങ്കിൽ വന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ അരി വരികയാണ്. അപ്പൊ നമ്മൾ പ്രളയമൊക്കെ വന്നു കഴിയുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തകർ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ആ ക്ഷാമം അല്ലെ പ്രളയമൊക്കെ മാറിക്കഴിയുമ്പോൾ അരിയും ഭക്ഷണ സാധനങ്ങളൊക്കെ വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് വീട് പുകയുന്ന ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. വീട് പുകയെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ, വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ലക്ഷണം. അപ്പൊ അതാണ് ദാനയായേ ഘർ കെ അന്തർ കൈ ദിനോ കെ ബാദ്. ധാന്യം, അരി വന്നു വളരെ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ അരി വന്നിരിക്കുകയാണ്. ധുവ ഉട ആംഗൻ സെ ഊപ്പർ കൈ ദിനോ കെ ബാദ്. ധുവ ഉട, ധുവ പുക ഉയരുകയാണ്. ഒരു ദിവസങ്ങൾക്ക് ശേഷമാണ് വീട്ടിൽ അടുപ്പ് പുകയുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഭക്ഷണം ഇല്ലായിരുന്നു ഇത്രയും ദിവസം. അപ്പം വീട് പുകയുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പുക ഉയരുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഭക്ഷണം അവിടെ വന്നു എന്നുള്ളതാണ്. വീട് സജീവമാകുകയാണ് വീണ്ടും എന്നുള്ളതാണ്. ചമക് ഉടി ഘർ ഭർ ഭി ആംഖേ കൈ ദിനോ കെ ബാദ്. ചമക് ഉടി ഘർ ഭർ കി ആംഖേ. അപ്പോ തിളങ്ങുകയാണ് വീടിന്റെ കണ്ണ്, അല്ലെ വീട് ഉണരുന്നു എന്നുള്ളതാണ്. വീട് ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഇത്രയും ദിവസം. അപ്പം ഈ അരിയും സാധനങ്ങൾ വന്നതോടുകൂടി വളരെ ദിവസങ്ങൾക്ക് ശേഷം വീട് ഉണരുകയാണ്, വീടിന്റെ സജീവമാകുകയുമായ തിളങ്ങുകയാണ് വീട്. കൗവനെ ഖുജലായി പാങ്കേ കൈ ദിനോ കെ ബാദ്. അപ്പോൾ കാക്ക ഖുജലായി തന്റെ ദേഹമൊക്കെ വൃത്തിയാക്കി കൈ ദിനമൊക്കെ നമുക്ക് ബാധ വളരെ ദിവസങ്ങൾക്ക് എന്ന് വെച്ചാൽ കാക്കയും നമ്മുടെ വീടിന് ചുറ്റും അടുത്ത് വന്നിരുന്ന കരയുകയും വന്നു ഇരിക്കുന്നത് എപ്പോഴാണ്, വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് കാക്കകൾ വരികയും അവ അവിടെ വന്നിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഭക്ഷണ പുകയൊക്കെ വരുന്ന കാണുമ്പോഴത്തേക്കും കാക്കയും ഒക്കെ അവിടെ അങ്ങോട്ട് വരികയാണ്. എല്ലാ പ്രകൃതി മൊത്തം സജീവമായി മാറുകയാണ്. അപ്പൊ അതാണ് രണ്ട് തരത്തിലുള്ള
അവസ്ഥയാണ് ഇവിടെ ഈ നാഗാർജുൻ ഈ കവിതയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ചെറിയ കവിത, വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ വായിക്കുകയാണ് കവിത മുഴുവനായിട്ട്. कई दिनों तक चूल्हा रोया चक्की रही उदास, कई दिनों तक काली कुतिया सोई उनके पास, कई दिनों तक लगी भीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त, दाने आए घर के अंदर कई दिनों के बाद, धुआं उड़ा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर पर की आंखें कई दिनों के बाद, कौवे ने खुजलाई पांखें कई दिनों के बाद. അപ്പോൾ ഈ കവിതയുടെ വ്യാഖ്യ നിങ്ങൾക്ക് പ്രയോജനകരമായി കാണും എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.